Gospel of John, chapter 4, verses 23 to 24. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 27 വരെയുള്ള വാക്യം ആർക്കെങ്കിലും വായിക്കാം. But the hour is coming, and now is, when the true worshippers will worship the Father in spirit and truth. For the Father is seeking such to worship him. God is spirit, and those who worship him must worship in spirit and truth. ആർക്കെങ്കിലും ശബ്ദമുയർത്തി 4-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള വാക്യം മലയാളത്തിൽ വായിക്കാം. അല്ലെങ്കിൽ ഞാൻ വായിക്കാം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കർത്താവിൻ്റെ വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Pray, blessed be the name of the Lord. ഇന്ന് പകലിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവം മുൻപാകെ ആയിരിക്കാം. Let's be in the presence of the Lord with prayer. കർത്താവേ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. Lord, speak to me. Let that prayer raise from your heart. അതിലൊക്കെ ഉപരിയായി നിങ്ങളുടെ അറ്റൻഷൻ ഞാൻ ചോദിക്കുകയാണ്. I seek your attention. കഴിയുമെങ്കിൽ അടുത്ത ഒരു 25 മിനിറ്റ്സ് ദയവായി നിങ്ങൾ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. I request you 20 to 25 minutes of your attention for the word of God. പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. I am going to speak what the Holy Spirit wants to speak to ബെറിൽ you. പാസ്റ്ററിന്റെ വാക്കുകളല്ല, കർത്താവ് എന്നോട് പറഞ്ഞ വാക്കുകൾ, ആത്മാവിനോട് പറഞ്ഞ വാക്കുകൾ കൈമാറുകയാണ്. And it is not my words, but it's what the Holy Spirit spoke to me. I would like to share with you. വായിച്ച വചനം നമ്മളൊക്കെ ഒത്തിരി തവണ നമ്മൾ വായിച്ചതും മെസ്സേജുകൾ കേട്ട വചനവുമാണ്. And we have already heard from this passage many a times. യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. There are 5 different things that we can read from the Gospel of John. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം യേശുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്. And we can say the godliness of God is what we learned for the first. രണ്ടാമത്തേത് രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ച് യോഹന്നാൻ വെളിപ്പെടുത്തുന്നുണ്ട്. And we can see there's and the second one is the path of salvation. അപ്പോൾ തന്നെ നമ്മുടെ രക്ഷയുടെ, നമ്മുടെ വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനമായ യേശുവിന്റെ മരണത്തെക്കുറിച്ച് സവിസ്തരമായി പ്രസ്താവിക്കുന്ന ഗോസ്പലാണ് യോഹന്നാന്റെ സുവിശേഷം. The foundation of our salvation is the death of the Christ is what been narrated in the John. 4, നിത്യജീവനെക്കുറിച്ച് സവിസ്തരമായി പ്രസ്താവിക്കുന്ന ഗോസ്പലാണ് യോഹന്നാന്റെ സുവിശേഷം. And the fourth is the eternity. It talks about that. 5-ാമത്തെ കാര്യം, ഒരു വിശ്വാസിയുടെ ദൗത്യം എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഗോസ്പലാണ്. And the fifth is the responsibility of a Christian faith. അപ്പം ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടച്ച് ചെയ്താണ് യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുക. And all these 5 points have been touched and it's been closed down by the John the Gospel. ഇവിടെ യേശുവിന്റെ അതിപ്രധാനമായ ഒരു മെസ്സേജ് ആണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. We can see very important message is what we heard from this. നമുക്കറിയാം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യേശുവും ശമരിയ സ്ത്രീയുമായി ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. We can see a conversation between Jesus and a Samaritan woman. സുക്കോർ എന്ന ശമരിയ പട്ടണത്തിൽ യേശു കടന്നു വന്നപ്പോൾ യേശുവിന് ദാഹിച്ചു. And we can see Jesus was in thirst when he came to the town of Sychar. അവിടെ വെള്ളം കോരാൻ വന്ന ഒരു ശമരിയ സ്ത്രീയോട് യേശു സംസാരിക്കുന്നു. And we can see there's a woman that he is talking to who came to drew the well, water from the well. ആ സംഭാഷണത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. I'm not going to the conversations that happened. ആ സംഭാഷണത്തിന്റെ അവസാനം യേശു പറയുന്ന മെസ്സേജ് ആണ് ഇന്ന് പകലിൽ ദൈവവചന ചിന്തയ്ക്കായി നമ്മൾ എടുത്തത്. And it is the message during the conversation, the end of the conversation is what we are going to discuss. അത് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്. 24-ാമത്തെ വാക്യം, ദൈവം ആത്മാവാകുന്നു. It says the God is the Spirit. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും
സത്യത്തിലും നമസ്കരിക്കണം. And those that worship must worship in truth and the spirit. അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിക്കേ. Let's go to the 23rd verse. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. And this is what we read. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. And we can say Father seeks such that worship him. അപ്പം പിതാവിന് ഒരു ഇച്ഛയുണ്ട്. We can see that God has got a desire. നമ്മുടെ ഹെവൻലി ഫാദറിന് ഒരു ആഗ്രഹമുണ്ട്. There is a wish, a desire from the heavenly Father. എന്താണ് പിതാവിന്റെ ആഗ്രഹം? And what does Father seek? പിതാവിന്റെ ആഗ്രഹം തന്നെ ആരാധിക്കുന്നവർ, തന്നെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. And the God desires that, the Father desires that the one who worship him should worship in truth and spirit. ഈ നമസ്കരിക്കുക എന്ന പദം പലപ്പോഴും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു വരുമ്പോൾ വർഷിപ്പ് അല്ലെങ്കിൽ ആരാധന എന്ന പദവുമായി കണക്റ്റ് ആയി കിടക്കുന്ന ഒരു പദമാണ്. We can see the meaning of the bow down, normally it connects to a worship. അപ്പോൾ പിതാവ് അന്വേഷിക്കുകയാണ്. എന്താണ് അന്വേഷിക്കുന്നത്? And what does the Father seek? ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ പിതാവ് അന്വേഷിക്കുന്നു. And here is God the Father seeks those people who want to worship in truth and spirit. അതൊരു പക്ഷേ കൂട്ടമാകണമെന്നില്ല. And it doesn't mean that it should be a big crowd. അതൊരു കുടുംബമായാലും മതി. It may be a family indeed. ചിലപ്പോൾ അതൊരു കുടുംബമാകണമെന്നില്ല. It is not a family itself. ഒരു വ്യക്തിയായാലും മതി. Maybe a person itself. ഒരു കൂട്ടമായാലും ഒരു കുടുംബമായാലും ഒരു വ്യക്തിയായാലും പിതാവ് ആഗ്രഹിക്കുന്നത്, പിതാവിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്നുള്ളതാണ്. If it is a crowd or a group of people or an individual, whatever may be, but the God seeks somebody who worship God in truth and spirit. അവരെ ബൈബിളിന്റെ ഭാഷയിൽ പറയുന്ന പദം നമസ്കാരികൾ എന്നാണ്. And we can see that the meaning of the whole thing is the true worshippers. ബൈബിൾ സത്യം എന്ന് വിളിക്കുന്ന ഒരേ ഒരു കൂട്ടമുണ്ടെങ്കിൽ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടത്തെയാണ് ബൈബിളിന്റെ ഭാഷയിൽ true worshippers, സത്യ നമസ്കാരികൾ എന്ന് വിളിക്കുന്നത്. In the language of Bible, what it means by true is that the one who worship the Lord in truth, the spirit and the truth, is the one we call as true worshippers. ഇന്ന് പകലിലും ദൈവത്തെ അങ്ങനെ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം And I ചെയ്യുന്നു. praise God for those who are worshiping like that. പരിസരത്തെ മറന്ന്, They will have to forget about the വേദനകളെ circumstances, മറന്ന്, forgetting the pain, ഭാരങ്ങളെ മറന്ന്, all the sadness and heavy laden. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് പകലിൽ ഞാൻ കർത്താവിനെ സ്തോത്രം And ചെയ്യുകയാണ്. I praise God for all those people who worship in truth and spirit. അവരാണ് സത്യ നമസ്കാരികൾ. Those are the true worshippers. ഹല്ലേലൂയ. Hallelujah. ആ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുക. And in that worship, God pleases. അല്ലാതെ സ്തോത്രം പറഞ്ഞതുകൊണ്ടോ Or just by glorifying Him, ഇവിടെ വന്ന് നമ്മൾ ഇരുന്നതുകൊണ്ടോ by sitting just down over here, ഇവിടുത്തെ ഈ സ്പേസ് ഫില്ല് ചെയ്തതുകൊണ്ടോ and the space you have filled yourself, നമ്മുടെ ആരാധന ദൈവം പ്രസാദിക്കില്ല. our worship God will not please. ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധനയുണ്ടെങ്കിൽ, If God wants to please your worship, ആത്മാവിൽ അവനെ ആരാധിക്കുന്നവരുടെ you ആരാധനയാണ്. have to worship Him in spirit, സത്യത്തിൽ അവനെ ആരാധിക്കുന്നവരുടെ and you ആരാധന. should worship Him in truth. ഇന്ന് പകലിൽ എന്റെ പ്രാർത്ഥന എന്തെന്നറിയാമോ? You know what my prayer is? കർത്താവേ, അങ്ങേ ആത്മാവിൽ ആരാധിക്കാൻ എനിക്ക് കൃപ Oh തരണം. Lord, give me the grace to worship you അങ്ങേ in the truth. സത്യത്തിൽ ആരാധിക്കാൻ എനിക്ക് കൃപ തരണം. Give me the grace to worship in truth and spirit. ഇന്ന് പകലിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. How many people really want that ആ type of കർത്താവിനെ worshiping? കരം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. Let's all worship God. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ നോക്കിക്കേ, ദൈവത്തെ ആരാധിക്കുന്നവരാകുക. Let us all worship the Lord. അങ്ങനെ നമ്മൾ ആരാധിക്കുമ്പോൾ When we worship like this, ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ വരും. God pleases you. ഹല്ലേലൂയ. Amen. എന്നെ ചിന്തിപ്പിച്ച രണ്ട് പദങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. I would like to lay down two verses that caught my attention. ഒന്ന് സത്യം എന്ന പദമാണ്. Number one is the truth, the word truth. രണ്ട് ആത്മാവ് എന്ന പദമാണ്. Second, the word is spirit. ഈ രണ്ട് പദവും ഇന്റർ കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്.
And they are interconnected, both the words. സത്യത്തെ മാറ്റി നിങ്ങൾക്ക് ആത്മാവിൽ ആരാധിക്കാൻ കഴിയത്തില്ല. By splitting the truth away, you cannot worship in spirit. ആത്മാവില്ലാതെ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. And without the spirit, you cannot worship the Lord. അപ്പം ഈ സത്യവും ഈ ആത്മാവും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. And the spirit and the truth are both ആ interconnected. സത്യം എന്ന പദം യഥാർത്ഥമായി നമ്മൾ പരിഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ, അതിന് മൂലഭാഷയിൽ പഠിക്കുമ്പോൾ ഹിപ്പോക്രിസിയുടെ വിപരീതമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് ഈ ട്രൂത്ത് എന്ന പദം. And the Greek word is hypocrisy for this particular truth. അതിൻ്റെ മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഹിപ്പോക്രിസിക്ക് വിപരീതമായ ഒരു പദം, അതാണ് ഇവിടെ ട്രൂത്ത് എന്ന് പറയുന്നത്. And the truth is the other name or the opposite of the Greek root word called hypocrisy. ആരാണ് ഈ ഹിപ്പോക്രൈറ്റ്സ്? Who are the hypocrites? നമുക്കറിയാം രണ്ട് മുഖമുള്ളവർ. There are two faces. രണ്ട് മുഖമുള്ളവർ. There are two faces. മുന്നിൽ വന്നവർ ചിരിച്ചു കാണിക്കും. Friend, they will come and laugh. പിന്നിൽ and smile. കൂടി സമയം കിട്ടിയാൽ പണി തരും. And by behind they will give them backslide. നമ്മളറിയാം ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മൾ ചിന്തിക്കുന്നത്. And we think that they are all very in love with എന്നാൽ ആ us. പണി തരുന്ന വഴി നമുക്കറിയത്തില്ല. And we don't know, these guys give us a great problem behind the scene. മുന്നിൽ കാണുമ്പം എൻ്റെ ദൈവമേ സ്നേഹം കൊണ്ട് നമ്മളങ്ങ് പൊതിയും. And we can see if they see in the friend, they are all in love. ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്. And I am telling you with my experience. എന്നാൽ പണി വന്നു കഴിഞ്ഞാണ് ഇത് അതിനായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. And when you get the real result, then you said, oh, this was the reason behind it. അപ്പം കർത്താവ് അന്നേ പറഞ്ഞു, And Lord said like this before, ഇവരെ സൂക്ഷിച്ചോണം. you have to be very അപ്പം careful. ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ If you are worshipping, സത്യത്തിൽ ആരാധിക്കാൻ ഒരു മനസ്സുണ്ടാകണം. you should have a heart of to worship in truth. ഈ രണ്ട് മുഖം വെച്ച് ദൈവത്തെ ആരാധിച്ചാൽ, And if you worship with the same two faces, എൻ്റെ പ്രിയരെ, ആ ആരാധന ദൈവം സ്വീകരിക്കില്ല. and that worship God will not take it. അവരുടെ ആരാധന ദൈവത്തിന് വെറുപ്പാണ്. And that type of worship God hates. പള്ളിയിൽ വരുമ്പോൾ ഒരു മുഖം, When you come to the worship, there's one face. പള്ളിക്കൂടത്തിൽ പോയ വേറൊരു മുഖം, And when you go to the school, there is another face. സഭയിൽ വന്നാൽ ഒരു മുഖം, When you come to the church, there is one face. ജോലിക്ക് പോയ വേറൊരു മുഖം. And when you go to the office, there is another face. എൻ്റെ പ്രിയരെ, ഈ ആരാധന ദൈവത്തിന് വേണ്ട. And this type of worship, God doesn't want it. ഞാൻ ഹാർഷാവുന്നുണ്ടോ? Am I being harsh? ദൈവവചനം നമ്മൾ പരിശോധിക്കുകയാണ്. If we are just meditating the word of God. അപ്പം എന്താണ് ഈ സത്യത്തിലുള്ള ആരാധന എന്നാണ് പറയുന്നത്? What do you mean by the truth? It's being told as truth worshippers. കഴിവതും കള്ളം പറയാതിരിക്കാൻ ശ്രമിക്കണം. And try your best not to say lie. പ്രത്യേകിച്ച് തലമുറയുടെ മുമ്പിൽ. Before the children, never say lie. തല പോയെന്ന് പറഞ്ഞാലും കള്ളം പറയരുത്. And even if your head goes off, don't say lie. കാരണം സത്യമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. And because Lord wants truth from us. മനുഷ്യന്റെ മുൻപിൽ പലതും നമുക്ക് മറയ്ക്കാം. Before the people of God, we can hide. എന്നാൽ many things. ദൈവത്തിന്റെ മുൻപിൽ ഒന്നും മറയ്ക്കാൻ പറ്റത്തില്ല. But before God, we cannot hide anything. നിങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ അതുപോലെ ആയിരിക്കണം ദൈവസന്നിധിയിൽ. How you are in the house, you should be exactly the same at the church. വീട്ടിലൊരു മുഖവും ദൈവസന്നിധി വേറൊരു മുഖവും അത് ദൈവത്തിന് വേണ്ട. And in the house you have got a different face, but in the church you have a different face. God doesn't want that. അവരുടെ ആരാധന ദൈവം സ്വീകരിക്കില്ല. And in that worship God will not be pleased. ഞാൻ അവിടെ കൊണ്ട് ആ കാര്യം വിടുകയാണ്. And I'm just leaving that portion there. നിങ്ങൾ ഒരുമാതിരി എല്ലാ ഭാഗവും ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. And I think I have already touched all the areas. അപ്പോൾ എന്താണ് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുക? And because you worship the Lord in truth. ട്രാൻസ്പെറന്റ് ആയി കർത്താവിനെ ആരാധിക്കുക. Let us worship Lord in transparency. ഒന്നാമത്തെ ഭാഗം ഞാൻ പറഞ്ഞത് സത്യത്തിൽ ആരാധിക്കുക. First phase what I said is that worship in truth. രണ്ടാമത്തെ ഭാഗം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. And second thing is that you have to worship the Lord in spirit. എന്താണ് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക? What do you mean by worshiping the Lord in spirit? കൈകൊട്ടി അന്യഭാഷയിൽ ആരാധിക്കുന്നവർ മാത്രമാണോ ആത്മാവിൽ ആരാധിക്കുന്നത്? Do you think that everybody who claps is the one who is worshiping in spirit? അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന
ചില പ്രിയപ്പെട്ടവർക്ക് അന്യഭാഷയുടെ വരം ലഭിച്ചിട്ടില്ല. Or there are some people who may not have got the gift of the other tongues over here, എന്നാൽ അവരും ദൈവത്തെ ആരാധിക്കുന്നു. but they are worshiping the Lord. അപ്പോൾ അവിടെ ആരാധന ആത്മാവിലുള്ള ആരാധനയല്ലേ? Oh, is it not that their worship is not through the Spirit? എനിക്ക് പേഴ്സണലായി ഒത്തിരി ദൈവദാസന്മാരെ അറിയാം. I know many of the God's servants from ഒത്തിരി this. ദൈവമക്കളെ അറിയാം. There are many people that I know. അവർക്ക് വലിയ അന്യഭാഷയുടെ വരമില്ല. They may not have the gift of the other tongue, എന്നാൽ വളരെ ഭക്തിയോടെ കർത്താവിനെ പിൻപറ്റുന്ന ഒത്തിരി ദൈവദാസന്മാരെ എനിക്കറിയാം. but there are so many God's servants that is following the Lord in perfect godliness. അപ്പോൾ അവരുടെ ആരാധന ആത്മാവിലുള്ള ആരാധനയല്ലേ? Then is it not their worship in the Spirit? അപ്പോൾ എന്താണ് ആത്മാവിലുള്ള ആരാധന? Then what you mean by the worship in Spirit? ഇന്ന് പകലിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ Let's പോകുകയാണ്. go and meditate that. അപ്പം ആത്മാവിലുള്ള ആരാധന എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായ രണ്ട് ചിന്തകൾ ദൈവമക്കളുടെ മുൻപാകെ I വെക്കുകയാണ്. would like to bring two thoughts that when I read about this one and meditated. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള സകല ജഡീക സങ്കല്പങ്ങളെ മാറ്റിവെച്ചുള്ള ആരാധനയാണ് ആത്മാവിലുള്ള ആരാധന. All the thoughts and the words of the flesh, if you keep it away from your life and worship the Lord, that's what we called as worshiping in spirit. ഹല്ലേലൂയ. ആ അർത്ഥം ഒന്നുകൂടെ ഒന്ന് പറയണേ. ദൈവത്തെക്കുറിച്ചുള്ള ഈ ജഡീക സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള ഈ സ്ഥല സമയ കാല സങ്കല്പങ്ങളെ മാറ്റിവെച്ചുള്ള ആരാധനയാണ് ആത്മാവിലുള്ള ആരാധന. The thought about God with your own mind and the wisdom about the time and the place, if you keep that one away from your life and worship the Lord, that is what we called as worshiping God in spirit. ഒരു സ്ഥലത്തിനകത്ത് ദൈവം ഒതുങ്ങി നിൽക്കില്ല എന്നുള്ള പരമാർത്ഥതയിൽ നിങ്ങൾ ആരാധിക്കുമ്പോൾ അത് ആത്മാവിലുള്ള ആരാധനയാണ്. When you have correct intention in worshiping in God, that you cannot compose the God in a certain diameter, that's what we call the worshiping God in spirit. എൻ്റെ ദൈവത്തെ ഒരു സമയത്തിനകത്ത് ഒതുക്കി വെക്കാൻ കഴിയത്തില്ലെന്നുള്ള ഒരു തിരിച്ചറിവിൽ നിങ്ങൾ കൊടുക്കുന്ന ആരാധന അത് ആത്മാവിലുള്ള ആരാധനയാണ്. When you have the full knowledge that the God cannot be composed in a time limit, that is where we call that you're worshiping God in spirit. എൻ്റെ ദൈവത്തെ കാണാൻ ഒരു യാത്രയും നിങ്ങൾ നടത്തണ്ട. For seeing your God, you don't have to do a journey. എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു സ്വർഗ്ഗത്തെയാണ് ഇന്ന് പകലിൽ നമ്മൾ ആരാധിക്കുന്നത്. Today I'm telling the God that I worship, in your call at any moment of time and the place, He will come arrive over there. ഒരു സ്ഥലത്തിനോ ഒരു കാലത്തിനോ ഒരു സമയത്തിനോ എൻ്റെ ദൈവത്തെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. ആ തിരിച്ചറിവിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന ആരാധന അത് ആത്മാവിലുള്ള ആരാധനയാണ്. Neither the seasons, neither the place, nor the time can compose my God together. But when you have that thought and worship the Lord, that's what we say worshiping in spirit. അതൊരു കാരാഗൃഹമാകട്ടെ, Maybe if you are in prison, അത് സിംഹക്കുഴിയാകട്ടെ, maybe it is in the lion's den, അതൊരു തീച്ചൂളയാകട്ടെ, maybe it is in the fire furnace, എവിടെയായാലും wherever it may be. നീ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, If you are calling Jesus, യേശുവേ എന്ന് നീ ഉച്ചത്തിൽ if വിളിക്കുമ്പോൾ, you're calling Him Jesus, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, and if there is a God who will come for you, അത് ഇന്ന് പകലിൽ നമ്മൾ ആരാധിക്കുന്ന കർത്താവാണ്. that is what the God that you and me worship. അവൻ സർവ്വവ്യാപിയായ ദൈവമാണ്. He's a God that is everywhere. അവൻ സർവശക്തനായ ദൈവമാണ്. He is a more powerful God. ഇന്ന് പകലിൽ ആ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം Let ചെയ്യാം. those who worship the Lord and God blessedness for this to worship, let us praise God. Hallelujah. 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 Thank you, അപ്പോൾ Jesus. ഞാൻ പറഞ്ഞത് ദൈവത്തെക്കുറിച്ചുള്ള ജഡീക സങ്കല്പങ്ങളെ മാറ്റിവെക്കുക. Let us all have our misconception about God, fleshly conception away and worship the Lord. ഒറ്റ നയ പൈസ കൊടുക്കണ്ട. We don't have to give even a single penny. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് ദണ്ഡിപ്പിക്കണ്ട. You don't have to really pierce or
disarm your own flesh, your body. എങ്ങും ഒരു തീർത്ഥയാത്ര നിങ്ങൾക്ക് നടത്തണ്ട. Or you don't have to go to the holy places to worship God. നിങ്ങളുടെ റൂമിനകത്തിരുന്ന് You just be in your room. യേശുവേ എന്ന് വിളിക്കുമ്പോൾ Just can you call Jesus? നിന്റെ വിളിപ്പുറത്തവനെത്തും. He will be coming down at your call. റാഥാനിയാൽ കാറബാഷിയാഥന. കഴിഞ്ഞ നാളുകളിൽ അത് അനുഭവിച്ച ദൈവമക്കളായി ഇവിടെ ഇരിക്കുന്നേ. And I know those people who came to know about him. He is the one who is worshiping him. മുറിയുടെ 4 ചുവരിക്കുള്ളിൽ നീ നിലവിളിച്ചപ്പോൾ നിനക്ക് വേണ്ടി വെളിപ്പെട്ട ഒരു ദൈവകരമില്ലേ? In the fire of the furnace when you called, is it not the Jesus that came to you? ഇന്നും ആ കരം കുറുകി പോയിട്ടില്ല. That the hands are not been wrinkled. ഇന്നും അവന്റെ ചെവി മന്ദമായിട്ടില്ല. His ears are not deaf enough. ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവൻ സർവശക്തനായ ദൈവമാണ്. He is almighty power that is able to work even today for you. ഹല്ലേലൂയ. Hallelujah. ആത്മാവിലുള്ള ആരാധന, The worship in spirit. ദൈവത്തെക്കുറിച്ചുള്ള ജഡീക സങ്കല്പങ്ങളെ മാറ്റിവെച്ചുള്ള ആരാധന. Your fleshly intentions and concept of our God, you have to keep it away and worship. That's what we call it in worship in രണ്ട് spirit. ജഡീക നിയമങ്ങൾക്ക് അധീനനല്ല നമ്മുടെ ദൈവം. Our God is not in the concept of the law of the world. ഈ ലോകം വെക്കുന്ന എന്ത് നിയമമായാലും അത് അധീനനല്ല നമ്മുടെ ദൈവം. Our God is not circled by the law of this world. നിങ്ങൾ ആ 21ാമത്തെ വാക്യം നോക്കിക്കേ. Let us all look into the 21st verse. യേശു ശമരിയ സ്ത്രീയോട് ഇങ്ങനെയാണ് പറയുന്നത്. And this is what he told to the Samaritan സ്ത്രീയെ woman. എൻ്റെ വാക്ക് നീ വിശ്വസിക്കണം. Oh woman, just believe me. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല. And you're worshiping the God is not in this mountain or not in Jerusalem. ആ സ്ത്രീ വിചാരിച്ചിരുന്നത് അവരുടെ മൗണ്ട് ഗെറിസീം സമരിറ്റൻ ശമരിയക്കാർ പോയി ആരാധിക്കൊരു മലയായിരുന്നു ഗെർസീം മല. And we can see there was a mount that they used to go and worship called Mount Gerizim. അപ്പോൾ തന്നെ യഹൂദന്മാർ ആരാധിക്കുന്ന മലയായിരുന്നു യെരൂശലേം മല. And we can see that even the Jews, they went and worship in our mountain called the Jerusalem Mount. അവർ വെച്ചിരുന്ന ഒരു നിയമമായിരുന്നു. And it was a law that they kept it. ഒരു ജഡീക സങ്കല്പമായിരുന്നത്. And it was just a fleshly thought. അതൊരു ജഡീക നിയമമായിരുന്നു It അവർക്ക്. was just it's a rule of flesh. എന്നാൽ യേശു ആ നിയമത്തെ പൊളിക്കുകയാണ്. But here is Jesus breaking that law. യേശു പറയുന്നു ആ മലയിലല്ല കുഞ്ഞെ ആരാധിക്കേണ്ടത്. Jesus is saying that you are not worshiping in that mountain. യെരൂശലേമിലും അല്ല ആരാധിക്കേണ്ടത്. It is not in the Jerusalem that you should be worshiping. കർത്താവ് വിളിച്ചു പറയുന്നു. And Jesus is calling out. അവനെ ആരാധിക്കുന്നവർ If you are the one who worship the Lord, ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണം. they worship in truth and the spirit. ആ നാഴിക വരുന്നു. Oh, the time is coming. ആ നാഴിക വന്നുമിരിക്കുന്നു. And the time has already come. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്. That's why we said ജഡീക നിയമങ്ങൾക്ക് അധീനനല്ല എൻ്റെ കർത്താവ്. our God is not in the boundary of the fleshly thoughts and the law. ആ ഒരു തിരിച്ചറിവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, When you just realize that and then worship the ആ Lord, ആരാധന ആത്മാവിലുള്ള and ആരാധനയാകും. that worship is called the worship in spirit. ഏത് സന്ദർഭത്തിലും, Any moment of ഏത് time, സാഹചര്യത്തിലും, any moment, any ഏത് circumstances, നട്ടപ്പാതിരായി even at the midnight, യേശുവേ എന്ന് നീ വിളിക്കുമ്പോൾ if you just call Jesus, നിനക്ക് വേണ്ടി അവൻ വരും. He will come down for you. ഹല്ലേലൂയ. Hallelujah. അതാ നമ്മൾ വായിച്ചത്. That's what we read. ദൈവം ആത്മാവാകുന്നു. Jesus, God is spirit. ദൈവം ആത്മാവാകുന്നു. God is spirit. ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ആവേശമാണ്. There is always a good, very, very, very good power in me when I speak like this. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ In my personal life, ഞാൻ അവനെ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. I have tasted Him very much. ആർ എനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് ചിന്തിച്ച നിമിഷങ്ങളിൽ I had a time when I saw that who will roll away my എൻ്റെ stones. കർത്താവ് ഇറങ്ങിയ നിമിഷങ്ങൾ ഞാൻ I കണ്ടിട്ടുണ്ട്. have seen my Jesus coming down for അതാ that. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ധൈര്യമായി വിളിച്ചു പറയുന്നത്. That is the thing with all the strength and might I am speaking ഏത് to you. വിഷയത്തിന്റെ നടുവിലും In any matter, യേശുവിനെ വിളിച്ചോ, oh, you call upon നിന്റെ Jesus. വിളിപ്പുറത്ത് അവൻ വന്നിരിക്കും. On your call, He will come down to your ഇന്ന് place. പകലിൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ How many ഇരിപ്പുണ്ട്? people believe here? അവതരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തോത്രം Open ചെയ്യുക. up our lips and praise God. സത്യ നമസ്കാരികൾ അവനെ ആരാധിക്കേണ്ടത് Oh, the true worship should be worshiping Him. ആത്മാവിലും സത്യത്തിലുമാണ്.
And they will worship in truth and spirit. ഹല്ലേലൂയ. Hallelujah. നോക്കിക്കേ 22-ാമത്തെ വാക്യത്തിലേക്ക് ഓടി നിങ്ങൾ ശ്രദ്ധയെ തിരിക്കുക. Let's all come to the 22nd word. അവിടെ കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്. This is what the God says. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. It says that you are worshiping that you don't know. ഞങ്ങളോ അറിയുന്നതിനെ We നമസ്കരിക്കുന്നു. know that what we worship. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. The salvation is from the Jews. നോക്കിക്കേ, അപ്പം അവിടെ നമുക്ക് ഉയരാമെന്നൊരു സംശയം. And there is one doubt that can come. എന്തുകൊണ്ടാ യേശു അങ്ങനെ പറയുന്നത്? Why did Jesus tell like that? യേശു ദൈവമല്ലേ? Is not Jesus അപ്പോൾ God? ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് യേശു പറയാനുള്ള കാരണം എന്ത്? And why did Jesus say that we worship? നമുക്കൊരു സംശയം ഉണ്ടാകും. We can always have a doubt. യേശു നമസ്കരിക്കുന്നു. Can Jesus worship? ആ സംശയത്തെ ദൂരീകരിക്കാൻ And for just to remove that doubt, 26-ാമത്തെ വാക്യത്തിൽ യേശു വ്യക്തമായി പറയുന്നു. and in 26th word it says, യേശു അവളോട്, and Jesus saith unto her, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. and I said, I that speaketh is himself Messiah. ഇവരെല്ലാം നോക്കിയിരിക്കുന്ന ഒരു മശിഹായെയാണ്. They are all looking up one Messiah. അവരെ ആരാധിക്കാനാണ് ഇവരെല്ലാം They are നോക്കിയിരിക്കുന്നത്. all trying to worship that Messiah. അപ്പോൾ യേശു തന്നെ പറയുകയാണ്, And here is Jesus saying, കുഞ്ഞേ അത് ഞാൻ തന്നെയാണ്. oh my beloved, that Messiah is my myself. യഹൂദന്മാരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ച ഭാഗമാണത്. And this is the particular verses where the Jews were really in a bad anger. യേശു മശിഹയാന്നുള്ള സത്യം. Is Jesus Messiah the truth? ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയട്ടെ. Let me tell you one thing. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, If you say that I am worship the Lord in spirit, യേശുവിനെ അറിഞ്ഞാരാധിക്കുന്നത്. that means you are knowing Jesus and worshiping. അറിയാതെ ആരാധിക്കുകയല്ല. It is not that unknowingly you are worshiping നിങ്ങൾ God. യേശുവിനെ അറിഞ്ഞാരാധിക്കും. You have to worship God by knowing Him. യേശു ആരാണെന്ന് അറിഞ്ഞാരാധിക്കും. You have to understand who He is. ആ ആരാധന ആത്മാവിലുള്ള ആരാധനയാണ്. And that worship should be the worship in spirit. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, And whether you can just give hands to the people near you. അറിഞ്ഞല്ല ആരാധിക്കേണ്ടത്, അറിഞ്ഞാരാധിക്കാൻ പറ. You should say that you should worship God with not unknowingly but knowingly. പറഞ്ഞേ, അറിഞ്ഞല്ല ആരാധിക്കേണ്ടത്, അറിഞ്ഞാരാധിക്കുക. And unknowingly you should not worship, you knowingly you should worship. മനസ്സിലായോ? കസ്തൂരിയൊക്കെ എന്നെ നോക്കുകയാണ്. യേശുവിനെ അറിഞ്ഞാരാധിക്കുക. You have to know Jesus and worship Him. യേശു ആരാണെന്നുള്ള വെളിപ്പാടിൽ നിന്ന് ആരാധിക്കുക. You should worship the Jesus by knowing what Jesus is. The revelation should be there. യേശു ആരാണെന്നുള്ള വെളിപ്പാട് നിനക്ക് നൽകി തരുന്നത് പരിശുദ്ധാത്മാവാണ്. And it is the Holy Spirit that gives you the revelation that who Jesus is. പരിശുദ്ധാത്മാവിന് മാത്രമേ യേശുവിനെ മുഴുവനായി നിനക്ക് വെളിപ്പെടുത്താൻ കഴിയൂ. Only Holy Spirit can reveal to you who the real Jesus is. യേശുവിനെ അറിഞ്ഞാരാധിക്കുമ്പോൾ, So when you worship the Lord by knowing Him completely, ആരാധന ആത്മാവിലുള്ള ആരാധനയാണ്. and that worship becomes the worship in spirit. ഞാൻ രണ്ട് കാര്യമാണ് പറഞ്ഞത്. And two things I said to you. ഒന്ന് സത്യത്തിൽ ആരാധിക്കുക. One is worship in truth. തല പോയാലും, Even if your head goes, ലോകം കീഴ്മേൽ മറിഞ്ഞാലും, and even the whole world turns around, സത്യത്തിൽ ആരാധിക്കുക. you have to worship in രണ്ട്, truth. ആത്മാവിൽ ആരാധിക്കുക. And then you should worship in spirit. ഒരു പക്ഷേ കുഞ്ഞെ അന്യഭാഷയുടെ വരം നിനക്കില്ലായിരിക്കാം. Maybe that you may not have a gift of a tongue. അതുകൊണ്ട് ഒരു സംശയം തോന്നാം, എൻ്റെ ആരാധന ദൈവം And സ്വീകരിക്കും. then you can always have a doubt that is not my Lord knowing or desiring my worship. ആ ചിന്തയെല്ലാം മാറ്റിവെച്ചോണം. Let that thought be away. ജഡീക സങ്കല്പങ്ങളിൽ ഉൾക്കൊള്ളുന്നവനല്ല എൻ്റെ ദൈവം എന്നുള്ള തിരിച്ചറിവിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ആരാധനയില്ലേ, അത് ആത്മാവിലുള്ള ആരാധനയാണ്. It is not your fleshly thoughts and limitation that you keep your God yourself, but you have to come out of it and worship the Lord in full രണ്ട്, boundary. യേശുവിനെ അറിഞ്ഞ് നീ ആരാധിക്കുമ്പോൾ അത് ആത്മാവിലുള്ള ആരാധന. And when you know the Lord completely and worship Him, that is the worship of spirit. ഇന്ന് പകലിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവം മക്കൾക്ക് ദൈവം കൃപ തരട്ടെ. Oh, let the Lord enable you to worship the Lord in spirit. സത്യത്തിൽ നടക്കുന്ന ഒരു തലമുറയായി നമുക്ക് മാറാം. Let us have a generation, be a generation that walk in truth. നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ എല്ലാ കൊടുക്കവാങ്ങലുകളിൽ സത്യമുണ്ടാകട്ടെ. In our walk, in our daily life, in every way of our walk of our life, let there be a truth. കള്ളം പറയുന്നത് നിർത്താം. Oh, let us stop saying lie. കണ്ണുകൾ അടയ്ക്കാം. Let's all close our eyes.